ശ്രീ CH കുഞ്ഞമ്പു, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ശുദ്ധജല വിതരണം, SC, ST, OBC ന്യൂനപക്ഷ വിഭാഗക്ഷേമം, ഭക്ഷ്യം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ജലസേചനം എന്നീ ധനാഭ്യർത്ഥനകളെ ഞാൻ അനുകൂലിക്കുന്നു. സർ, സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക ജീവിതത്തിൽ കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണ്. എന്തുകൊണ്ടാണ് സർ അങ്ങനെ കേരളം ഒരു മാതൃകയായത്? അടിസ്ഥാനപരമായ കാരണം, കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ്, EMSൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണവും നടത്തിയതാണ് ഇതിന് അടിസ്ഥാനപരമായ കാരണം. എല്ലാവർക്കും ഭൂമി ലഭിച്ചു, കേരളത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ചു. അതിൻ്റെ ഭാഗമായി സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ ഉയർന്നു വന്നു. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെട്ടില്ല. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമായി. പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പിന്നോക്ക വിഭാഗത്തിനും അവർ ചേർത്ത് പിടിച്ചാണ് മുന്നോട്ട് പോയത്. LDF ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ പരിഗണന കിട്ടിയത് ഈ ദുർബല വിഭാഗങ്ങൾക്കാണ്. സമൂഹത്തിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന, അവഗണിക്കപ്പെട്ട് ഒരു കാലത്തുണ്ടായിരുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ചു ഈ സർക്കാർ. അതിന് ഫലമായി അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മകമായ നിലപാടുണ്ടായിട്ടും നൽകി. ഭൂമി കൊടുത്തു, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജോലി തുടങ്ങിയ എല്ലാ രംഗങ്ങളിലും അവരെ ആവശ്യമായ പരിഗണന കൊടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 8278 കുടുംബങ്ങൾക്കാണ് പട്ടികവർഗ വിഭാഗത്തിൽ ഭൂമി നൽകിയത്. 28,010 പട്ടികജാതിക്കാർക്കും ഭൂമി നൽകി. 2026 ആകുമ്പോൾ SC, ST വിഭാഗത്തിലെ മുഴുവൻ ആളുകൾക്കും ഭൂമിയും വീടും ലഭിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണ്ടതാണ് വിദ്യാഭ്യാസം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠനമുറി നൽകി, അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നതിന് വാഹന സൗകര്യം നൽകി, മെൻറ്റർസ് ടീച്ചർമാരെ ആവശ്യത്തിന് നിയമിച്ചു. ഇങ്ങനെയെല്ലാം കൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മാത്രമല്ല, വിദേശത്ത് പഠിക്കാൻ വേണ്ടി 652 വിദ്യാർത്ഥികൾ ഈ വിഭാഗത്തിൽ നിന്ന് പോയിരിക്കുകയാണ്. അവർക്ക് 25 ലക്ഷം രൂപ SC, STക്കും 10 ലക്ഷം രൂപ മറ്റ് പിന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും സർക്കാർ സ്റ്റൈപ്പൻഡും അതുപോലെ തന്നെ അവരുടെ ഫീസും നൽകുന്നുണ്ട്. MRSനെ ശക്തിപ്പെടുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയാണ് MRSകൾ ആരംഭിച്ചത്. അതിപ്പോൾ ഏറ്റവും നല്ല നിലയിൽ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 3 MRSകളുണ്ട്. അതിലൊന്നാണ് സാവിത്രിബായി ഫൂലെ ആശ്രം സ്കൂൾ. അവിടെ ഒരു പ്രശ്നമുണ്ട് സർ. ആ പ്രശ്നം 1 മുതൽ 4 വരെ ക്ലാസ്സുകൾക്ക് അംഗീകാരം കിട്ടിയിട്ട് 5, 6, 7, 8 ക്ലാസ്സുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിന് അംഗീകാരം വാങ്ങാൻ ആവശ്യമായ നടപടി അടിയന്തരമായും എടുക്കേണ്ടതുണ്ട്. ഈ കോളനികൾ എന്നത് ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഒരു ഉന്നതികളായി മാറിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അംബേദ്കർ സെറ്റിൽമെൻറ്റ് സംവിധാനം കൊണ്ടുവന്നത്. 231 അംബേദ്കർ സെറ്റിൽമെൻറ്റുകൾ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് പൂർത്തിയായി, ചിലതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ഈ പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി, വൈദ്യുതി, അതുപോലെ തന്നെ മറ്റു പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ലൊരു സ്കീമാണത്. PSC വഴി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അതിൽ പട്ടികജാതി പട്ടികവർഗക്കാരെ മാത്രം എടുത്താൽ 51,783 പട്ടികജാതിക്കാർക്കും 10,513 പട്ടിക വർഗ വിഭാഗക്കാർക്കും PSC വഴി ഈ കാലയളവിൽ ഗവൺമെൻറ് ജോലി കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ടൊരു വിഭാഗമാണ് പട്ടികജാതി പട്ടികവർഗക്കാരും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഈ നിലയിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ വിഭാഗത്തിൽ കൊടുക്കുന്നത് പോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും ഈ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ജലവിഭവ വകുപ്പ്
ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ജലവിഭവ വകുപ്പ്. അതിൽ JJM അമൃത് പദ്ധതി ഏറ്റവും ജനോപകാരപ്രദമായ പദ്ധതികളാണ്. എല്ലാ ഗ്രാമീണ വീടുകളിലേക്കും ജലമെത്തിക്കുന്നതിനുള്ള JJM പദ്ധതി 44,714 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് ഇപ്പോൾ വേണ്ട പോലെ നടക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അതുണ്ടാവാം, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവാം. എങ്കിലും ആ പദ്ധതിയെ ഒന്ന് വേഗത്തിലാക്കി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 25% ഗാർഹിക കണക്ഷനാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ പുതിയ കണക്ഷനുകൾ കൊടുത്ത് ഏകദേശം 50% വരെ എത്തിയിട്ട് എന്നാലും കുറേ കണക്ഷനുകൾ കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ അമൃത പദ്ധതിയും നമ്മുടെ നഗരങ്ങളിൽ ഈ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടന്നു വരികയാണ്. കിഫ്ബി വഴിയും നബാർഡ് വഴിയുമെല്ലാം ശുദ്ധജല വിതരണത്തിന് ആവശ്യമായ പദ്ധതികൾ കേരളത്തിൽ നല്ല നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണമെങ്കിൽ 3-ാം കടവ് പദ്ധതി നടപ്പിലായേ പറ്റും. 3-ാം കടവ് നേരത്തെ ഒരു വലിയ പദ്ധതിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോൾ അത് ഒരു മിനി ഡാം പണിത് പരമാവധി വെള്ളം സംഭരിച്ച് കാസർഗോഡ് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ ജലത്തിൻ്റെ ദൗർബല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട് സർ. CPMൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം വന്നു. ആ പ്രതികരണമായിരുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് CPM രഹസ്യ രേഖയിൽ പറഞ്ഞു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇത് BJPയുമായുള്ള അന്തർധാരയാണെന്നും അദ്ദേഹം കണ്ടുപിടിക്കേണ്ടായി. ഇത് അന്ധൻ ആനയെ കണ്ടതുപോലെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കണ്ടത്. ഒന്നുകിൽ അദ്ദേഹം ആ രേഖ വായിക്കണം. വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് വായിക്കൂല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒന്ന് വായിക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യാതെ പിന്നെ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ വിവരം കിട്ടിയത്? ആ വിവരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക മനോരമയിൽ നിന്നാണ്. മനോരമയുടെ വരാന്തയിൽ അന്തിയുറങ്ങുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. മനോരമ പറയുന്നത് കേട്ട് പുറപ്പെട്ടാൽ അദ്ദേഹത്തിന് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പണ്ട് മനോരമ പറഞ്ഞു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ പത്രമാണ് ഈ മനോരമ. ഇനി 3-ാം വട്ടം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയാതിരുന്നാൽ മതി. കാരണം 3-ാം വട്ടം കേരളത്തിൽ LDF അധികാരത്തിൽ വരുമെന്ന കാര്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറെക്കുറെ എല്ലാവരും ഉറപ്പിച്ചു എന്ന കാര്യം നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആത്മഹത്യ ഒന്നും ചെയ്ത് കളയേണ്ട, മനോരമയുടെ വാക്ക് കേട്ട്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് അല്ല എന്നെല്ലാം പറഞ്ഞ് ഇത് അങ്ങനെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കി കാര്യങ്ങൾ പറയണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്ഷീരവകുപ്പിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ക്ഷീര മേഖലയിൽ പാലുൽപാദന രംഗത്ത് നമ്മുടെ കേരളം ഇപ്പം തന്നെ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇന്ന് കന്നുകാലികളെ വളർത്തി ജീവിക്കുകയാണ്. അവർ ഉപജീവന മാർഗത്തിന് അതുവഴിയാണ്. 25.8 ലക്ഷം മെട്രിക് ടണ്ണാണ് പാലിൻ്റെ ഉൽപ്പാദനം. നമുക്ക് ഈ പാല് സംഭരിക്കുന്നതിന് വേണ്ടി 3000-ലേറെ സഹകരണ സംഘങ്ങളുണ്ട്. 4 ലക്ഷത്തോളം അംഗങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ഏറ്റവും ഒരു ഫലപ്രദമായ പാല് സംഭരണവും വിതരണവുമാണ് ഈ ക്ഷീരമേഖലയിൽ നടക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, എൻ്റെ മണ്ഡലത്തിലെ ബേഡെടുക്ക ഹൈടെക് ആട് ഫാം അതിൻ്റെ പ്രവൃത്തി 95% പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 153.89 ലക്ഷം രൂപയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് 150 ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടാണ് ആ ഫാം നിർമ്മിച്ചത്. അടിയന്തരമായും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആവശ്യമായ നടപടി ബഹുമാനപ്പെട്ട മന്ത്രി അതിന് കുറച്ചും കൂടി സ്പീഡ് കൂട്ടണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഭക്ഷ്യവകുപ്പിനെ കുറിച്ച് പറയാനുള്ളത്, ഇന്ത്യക്കാകെ നേരത്തെ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ ഇന്ത്യക്കാകെ മാതൃകയായ ഒരു പൊതുവിതരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. നമ്മുടെ റേഷൻ കടകൾ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായ തലത്തിൽ തന്നെയാണ്. ഒരിക്കൽ പോലും നമ്മുടെ റേഷൻ മുടങ്ങിയിട്ടില്ല. സപ്ലൈകോ ആയാലും കൺസ്യൂമർ ഫെഡ് ആയാലും മാവേലി സ്റ്റോറായാലും സഹകരണ സ്റ്റോറുകളായാലും ഇപ്പോൾ കെ സ്റ്റോറുകളായാലും ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിതരണ രംഗത്ത് ഈ ഇടപെടലാണ് കേരളത്തിലെ ഓപ്പൺ മാർക്കറ്റിൽ വില നിയന്ത്രിക്കുന്നതിന് നമുക്ക് ഏറ്റവും ഇടപെടാൻ പറ്റിയത് എന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും നന്നായി തന്നെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും ഫലപ്രദമായി ഇടപെടുന്നതിൻ്റെ തെളിവാണ് അത്. ഈ റേഷൻ സാധനങ്ങൾ സ്റ്റോറുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചിലവ് മുഴുവൻ വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 23 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക്
റേഷൻ കാർഡ് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത നടപടി ഏറ്റവും ശരിയായ നടപടി തന്നെയാണ്. ഇപ്പോൾ അനർഹരായ കുറേ ആളുകൾ മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരുന്നു. ഏകദേശം 62,000-ൽ പരം ആളുകളാണ് അങ്ങനെ കൈവശം വെച്ചത്. അത് സർക്കാർ അവർ തിരിച്ചു പിടിച്ചു. അത് തിരിച്ചു പിടിച്ചത് മാത്രമല്ല, പാവങ്ങൾക്ക് ഏറെക്കുറെ 1 ലക്ഷത്തോളം കാർഡ് കൊടുക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് കാർഡ് കിട്ടുകയും അനർഹർ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു മിനിറ്റ് സാർ, സമയം കഴിഞ്ഞു. ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം